أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള ഷറഹ് റാത്തീബുൽ ഹദ്ദാദ് ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ 33ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഫമറ. അല്ലാഹു നമ്മെ എല്ലാവരെയും ഖൈറിലും സന്തോഷത്തിലും ആക്കി തീർക്കട്ടെ. നമ്മൾ വിശദീകരിക്കുന്ന ഈ ഇൽമിനെ നാഫിയ ഇൽമായി നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖദറിലെ ഖൈർ ശർറ് എന്നുള്ളതാണ്. അതിനെ നമ്മുടെ എതിർ ശത്രുവായ മുഅ്തസിലത്തിന്റെ വിശ്വാസങ്ങൾ എന്തെന്ന് പറഞ്ഞ് അതിനെ മറുപടി പറഞ്ഞുകൊണ്ട് ഗണ്ണിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രഗത്ഭന്മാരായ, അഥവാ മുഅ്തസിലത്തിലൊരു പ്രഗത്ഭനും സുന്നത്ത് ജമാഅത്തിലെ മറ്റൊരു പ്രഗത്ഭ പണ്ഡിതനും, ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ രണ്ടാളും രണ്ട് രീതിയിൽ തന്നെയാണ് അഭിസംബോധനം നടത്തിയത്. ആ അഭിസംബോധന രീതി ഒന്ന് മനസ്സിലാക്കുക. അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഷറഹിന്റെ മുസന്നിഫ് അവറുകൾ അത് ഇവിടെ ഉദ്ധരിച്ച് കാണിച്ചു തരുന്നു. സുമ്മ ഖാല, പിന്നെ മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരാ? സാഹിബ് റാത്തിബുൽ ഹദ്ദാദ്. മഹാൻ അവറുകൾ ഉദ്ധരിച്ച കഥ ഇതിലൂടെ പറഞ്ഞു തരികയാണ്. ഹുഖിയ റിപ്പോർട്ട് ഹിക്കാത്തി ചെയ്യപ്പെട്ടു. എന്ത്? അന്നൽ ഖാളിയ അബ്ദുൽ ജബ്ബാരിൽ ഹംദാനി എന്ന് പറയുന്ന ഒരാൾ. പേരൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് റളിയല്ലാഹുവിന് ചെല്ലാൻ തോന്നും. റളിയല്ലാഹുവിന് ചെല്ലണ്ട. ഇയാൾ ആരാന്നറിയോ? അഹദ ശുയൂഖുൽ മുഅ്തസിലത്തി, നമ്മുടെ ബിദ്അത്തിന്റെ കക്ഷിക്കാരാണല്ലോ മുഅ്തസിലത്ത്. അവരിലെ വലിയൊരു ഷെയ്ഖാണ് നമ്മൾ ഈ പറഞ്ഞ ഖാളി അബ്ദുൽ ജബ്ബാർ ഹംദാൻ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം വരുന്നത് ദഖല അല സാഹിബ് ഇബ്നു ഇബാദ്, സാഹിബ് ഇബ്നു ഇബാദിന്റെ അടുത്തേക്കാണ് കടന്നു വന്നത്. വഇൻദഹുൽ ഉസ്താദു അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറായിനി, അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറായിനി എന്ന് പറയുന്ന ഒരാൾ, ആ മഹാപണ്ഡിതൻ സാഹിബിന് ഇബാദിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് മുഅ്തസിലിയുടെ വിശ്വാസക്കാരനായ ആ ഖാളിയാരുടെ വരവ്. അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറായിനി എന്ന് പറഞ്ഞാൽ ഏത് കക്ഷിക്കാരനാണ്? അഹദു അഇമ്മത്തി അഹ്ലിസുന്നത്തി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമികൾ ഒരു ഇമാമാണ്, ബഹുമാനപ്പെട്ടവർ. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് സാഹിബിന് ഇബാദിന്റെ അടുത്തേക്കാണ് ആ പറയപ്പെട്ട മുഅ്തസിലി ചിന്താഗതിക്കാരനായ ഖാളിയാർ കടന്നു വരുന്നത്. ഫലമ്മാ റഅൽ ഉസ്താദ്, അങ്ങനെ ഉസ്താദ് അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറായിയെ ഖാളി അബ്ദുൽ ജബ്ബാർ ഹംദാനി കണ്ടപ്പോൾ ഖാല, അയാൾ പറയാണ്, സുബ്ഹാന മൻ തനസ്സഹ അനിൽ ഫഹ്ശാ. ഇവിടെ നമ്മുടെ വിഷയം മുഅ്തസിലിക്കാരല്ലേ. അയാള് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. സുബ്ഹാന മൻ തനസ്സഹ അനിൽ ഫഹ്ശാ എന്നാ പറഞ്ഞത്. എല്ലാ വടക്കായ കാര്യങ്ങളെ തൊട്ടും പരിശുദ്ധനായിരിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ സമ്മതിക്കുന്നു, വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ അർത്ഥം വരുന്ന ഈ പദം ഈ മുഅ്തസിലിക്കാരൻ ഉച്ചരിച്ചപ്പോൾ നമ്മുടെ പണ്ഡിതൻ എന്താ മറുപടി പറയുക? ഫഖാറൽ ഉസ്താദ്, അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറായിനി മഹാനവറുകൾ കൊടുത്ത പ്രത്യുത്തരം അൽ ഫൗർ, വേഗതയിൽ കൊടുത്തു, ഒന്നും ചിന്തിക്കാൻ തന്നെ നിന്നില്ല. സുബ്ഹാന മൻ ലാ യഖഉ ഫീ മുൽക്കിഹി ഇല്ലാ മാ യശാ, അടഞ്ഞ മറുപടിയെ കൊടുത്തത്. സുബ്ഹാന മൻ ലാ യഖഉ ഫീ മുൽക്കിഹി ഇല്ലാ മാ യശാ എന്നാണ് കൊടുത്തു. ഇവിടെ ഫഹ്ശാവുമില്ല, ബിറുമില്ല, ഒന്നും പറയേണ്ടതില്ല. പച്ചടിക്ക് കൊടുത്തു മറുപടി. എന്താ കൊടുത്തതിന്റെ അർത്ഥം? ഉദ്ദേശിക്കുന്നതല്ലാതെ അവന്റെ അധികാരത്തിൽ സംഭവിക്കുകയില്ല. അങ്ങനത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധത ഞാൻ സമ്മതിക്കുന്നു, വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് നടപ്പാക്കുക, അതാണ് സംഭവിക്കുക അധികാരത്തിൽ.
ഖൈറാവാം ഷർറാവാം എന്നതിന് അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് ഇല്ലാമാ യശാ എന്ന് കൂട്ടിക്കൊടുത്തത്. ഇത് കേട്ടപ്പോൾ മുഅ്തസിലിക്കാരനായ ഖാദിയാർ വിടില്ലല്ലോ. അയാൾക്കൊരു ചോദ്യം അവിടെ ഉണ്ടാകുമല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പ്രതിവാദം നടത്തുകയല്ല, അങ്ങും ഇങ്ങും ഒരു ചർച്ച നടത്തുന്നുണ്ട് അവിടെ. ഖാദി അബ്ദുൽ ജബ്ബാർ, മുഅ്തസിലി ഖാദി അബ്ദുൽ ജബ്ബാർ ചോദിച്ചു, അതാണ് ചോദ്യം. അല്ല, നമ്മുടെ റബ്ബ് അവന് എതിര് ചെയ്യലിനെ ഉദ്ദേശിക്കുമോ എന്ന. ഇതാണ് പോയക്കുള്ള സംശയം, ഡൗട്ടും. കാരണം എല്ലാ വിധേയനെയും അള്ളാഹുത്തരെ പരിശുദ്ധപ്പെടുത്തുമ്പോൾ ഒരു തെറ്റിലേക്കും ഒരു തിന്മയൊന്നും അള്ളാഹ്ക്ക് വരാൻ പാടില്ലല്ലോ. അത്രയും കണിശമായിക്കൊണ്ടാണ് തൗഹീദിനെ അവർ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ തൗഹീദിൽ മായമുണ്ടെന്നാണ് അവർ വരുത്തുന്നത്. അവ അങ്ങനെ ഉസ്താദിനോട് ചോദിക്കുകയാണ്, നമ്മുടെ റബ്ബിന് തെറ്റ് ചെയ്യലിനെ ഉദ്ദേശിക്കുമോ എന്ന്. അപ്പൊ ഖാലൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അതിന് കൊടുത്ത മറുപടി, എന്നാ ചോദിച്ചത്. അവരൊറ്റ ചോദ്യം അങ്ങോട്ടും. ചോദ്യത്തിന് ഉത്തരമല്ല, ചോദ്യത്തിന് മറുചോദ്യവും ചോദിക്കാമല്ലോ. അങ്ങനെയുണ്ട് ചില വിഷയങ്ങൾ, അതിന് ഉത്തരവും അടങ്ങും. അതുപോലെയാണ് മറുചോദ്യം. റബ്ബുന, നമ്മുടെ റബ്ബിന് തെറ്റ് ചെയ്യപ്പെടുമോ? ഖഹ്റൻ, നിർബന്ധിതാവസ്ഥയിൽ ചെയ്യപ്പെടുമോ? ഇതാണ് ചോദിച്ചത്. അപ്പോ ഫഖാലൽ ഖാദി, മൂപ്പര് മോശക്കാരൊന്നല്ല, ഖാദിയല്ലേ, വിവരസ്ഥനാണ്. മുഅ്തസിലി ചിന്താഗതിക്കാരനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വിവരമുള്ള ആളാ. അപ്പൊ അയാൾ അങ്ങോട്ട് ചോദിച്ചത് എന്താ? അഫറഅയ്ത ഇമ്മനഅനിൽ ഹുദാ വഖളാ അലയ്യ ബിർറദാ അഹ്സന ഇലയ്യ അം അസാഅ. എന്താ ചോദ്യം? വളരെ ഉത്തരമുട്ടുന്ന ചോദ്യമായി പോകും കേട്ടാല്. അഫറഅയ്ത, താങ്കൾ എന്താ അഭിപ്രായപ്പെടുന്നു? ഇമ്മനഅനിൽ ഹുദാ, സന്മാർഗത്തെ അള്ളാഹു എനിക്ക് തടഞ്ഞാൽ, വഖളാ അലയ്യ ബിർറദാ, മോശമായതുകൊണ്ട് എന്റെ മേൽ അള്ള വിധിക്കുകയും ചെയ്താൽ, അഹ്സന ഇലയ്യ അം അസാഅ, അവൻ എന്നിലേക്ക് ഗുണമാണോ ചെയ്തത് മോശമാണോ ചെയ്തത്? എന്താ നിങ്ങൾ അതിന് പ്രതികരിക്കുന്നത് എന്നാ. അപ്പൊ വഖാൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അതിന് നല്ലൊരു പ്രതികരണം കൊടുത്തു. ഇം മനഅക മിമ്മാ ഹുവ ലക ഫഖദ് അസാഅ വഇം മനഅക അമ്മാ ഹുവ ലഹു ഫയഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. എന്താ പറഞ്ഞത്? ഉസ്താദ് കൊടുത്ത മറുപടി, ഇം മനഅക മിമ്മാ ഹുവ ലക, നിനക്ക് ഗുണമുള്ള ഒരു കാര്യം, ആ ഗുണമുള്ള കാര്യത്തിൽ നിന്ന് നിന്നെ തടഞ്ഞാൽ, അല്ല തടഞ്ഞാൽ, ഫഖദ് അസാഅ, നിശ്ചയം അള്ളാഹു എന്താക്കി? തെറ്റ് ചെയ്തു, മോശം ചെയ്തു. കാരണം നിനക്ക് ഗുണമുള്ള തരണ്ടേ, അത് തടഞ്ഞു വെച്ചില്ലേ, അപ്പൊ അള്ളാഹു തആല ചെയ്ത് മോശമായില്ലേ. വഇം മനഅക അമ്മാ ഹുവ ലഹു, അള്ളാഹു തആലക്ക് ഗുണമുള്ളൊരു കാര്യമാണ്, ആ ഗുണമുള്ളൊരു കാര്യത്തെ തൊട്ട് നിന്നെ അള്ളാഹു തആല തടഞ്ഞാൽ പറയും. എന്താ അതിന് മറുപടി പറയാ? ഒരു മറുപടി പറയുവാനും മുഅ്തസിലി ഖാദിയാർക്ക് കഴിഞ്ഞില്ല. മുണ്ടാട്ടം നിർത്തിച്ചു. അപ്പോ ആ വിശ്വാസം ശരിയല്ല എന്നാണ് പഠിപ്പിച്ചു കൊടുത്തു സുന്നത്ത് ജമാഅത്തിന്റെ ഈ പണ്ഡിതൻ. വയഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹുവിന്റെ കരുണ കൊണ്ട് അള്ളാഹു തആല പ്രത്യേകമാക്കും. അതുകൊണ്ട് ഷർറ് ഒഴിവാക്കിയിട്ട് വെറും നന്മ മാത്രമേ അള്ളാഹുവിനുള്ളൂ എന്നൊരു വിശ്വാസം നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇവിടെ ബുദ്ധിയുമായി ഏറ്റുമുട്ടിയപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ബുദ്ധി വളരെ വിജയിച്ചു, ബിദ്അത്തിന്റെ ബുദ്ധി തകർന്നടിഞ്ഞു. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് അവർ നേരിടുന്നതെങ്കിൽ ആ രീതിയിലൂടെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്നും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ അഇമ്മത്തിൽപ്പെട്ട ഒരു ഇമാമാണല്ലോ ഉസ്താദ് അബൂ ഇസ്ഹാഖ് എന്നവർ, അവര് പറഞ്ഞ ആ മറുപടി അതേ യുക്തിക്ക് കൊടുത്തു മറുപടി. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സാഹിബ് റാത്തിൽ മുസന്നിഫ് ഉദ്ധരിച്ചത് നമ്മുടെ റാത്തീബിന്റെ സറഹേദ് മുസന്നിഫ് ഹബീബ് എന്നവർ ഉദ്ധരിച്ച് കാണിച്ചു തരുന്നു. ഞെക്കൊരുത്തു ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നമ്മുടെ ഷാരി ഹബീബ് എന്നവർ പറയുന്നു,
മുസന്നിഫ് അവറുകൾ പറഞ്ഞല്ലോ, ഖൗലുഹു ലാ യുല്ലാഫു ശർറു ഇലല്ലാഹി ഇൻദൽ ഇൻഫിറാദി മുറാഅത്തൻ ലിൽ അദബ് വയുല്ലാഫു ഇലൈഹി ഇൻദൽ ജുംലത്തി എന്ന്. അത് നേരത്തെ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് ക്ലാസ്സിൽ വിശദീകരിച്ച് തന്നെയാണ്. എന്ന് അള്ളാഹുവിലേക്ക് ഷെറിനെ മാത്രം ചേർത്തിക്കൊണ്ട് പറയൂല. അത് അദബിനെ മാനിച്ചുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. അല്ലാതെ ഷെറ് അള്ളാഹുവിൽ നിന്ന് അല്ലാത്തത് കൊണ്ടല്ല. അദബ് മാനിച്ചുകൊണ്ടാണെങ്കിൽ വെറും ഷെറ് ചേർത്തി പറയൂല എന്നും മൊത്തത്തിൽ എല്ലാം കൂട്ടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്തി പറയും എന്ന് ബഹുമാനപ്പെട്ട സാഹിബ് റാത്തിബുൽ മുസന്നിഫ് അവറുകൾ പറഞ്ഞു. സാഹിബ് റാത്തിബുൽ ഹദ്ദാദിന്റെ ആൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് വ്യാഖ്യാനമായി കൊണ്ട് ബഹുമാനപ്പെട്ട സാഹിബ് ഷറഹ് റാത്തിബുൽ ഹദ്ദാദ് പറയുന്നത്, കമാ ഖാല തആല, ബഹുമാനപ്പെട്ട നമ്മുടെ മുസന്നിഫ് അവറുകൾ അഥവാ സാഹിബ് റാത്തിബുൽ ഹദ്ദാദ് അബ്ദുല്ലാഹ് ബിൻ അലബിൽ ഹദ്ദാദ് ബഅലബി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറഞ്ഞതിന് തെളിവും ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അള്ളാന്റെ വാക്ക് ഖുൽ കുല്ലും ഇൻദില്ലാഹ് എന്ന് അവിടെ പറയുകയും ചെയ്തല്ലോ. അതിനെ കുറിച്ചാണ് ഹബീബ് എന്ന് പറയുന്ന ആള് നമ്മുടെ ഷറഹിന്റെ മുസന്നിഫ് പറയുന്നത്, ഹാദിഹി സിഫത്തുൻ മുസ്തഹിസിനത്തുൻ റഫീഅത്തുൻ ആലിയത്തുൻ എന്നാ പറഞ്ഞത്. ആ ഒരു സിഫത്ത് വല്ലാത്തൊരു സിഫത്താകുന്നു. മുസ്തഹിസിനത്തുൻ നല്ലതായ ഒരു സിഫത്ത്, റഫീഅത്തുൻ ഉയർന്നത്, ആലിയത്തുൻ ഉയർന്ന് അതിലേറെ പൊന്തി നിൽക്കുന്നത്. അപ്പൊ ഉയർന്നതും പൊന്തിയതും നല്ലതുമായ ഒരു വിശേഷണമാണ് ഈ പറഞ്ഞതായിരിക്കുന്ന വിശേഷണം എന്ന് നമ്മുടെ ഹബീബ് എന്നവര് ബഹുമാനപ്പെട്ട റാത്തിബിന്റെ മുസന്നിഫ് പറഞ്ഞതിനെ വിശദീകരിച്ചു തന്നു. എന്താണ് ഇങ്ങനെ കൊണ്ടുവരുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഇത് വീണ്ടും ഇവിടെ പറയുവാൻ ഇതേ സിഫത്തിന്റെ നിലപാട് വെച്ചുകൊണ്ട് തന്നെയാണ് പൂർവികന്മാരായ അംഗീകൃതമായ അയിമ്മത്തോടെ ദിക്റുകൾ പരിശോധിച്ചാൽ അത് കാണും. അത് പറയുവാനാണ് ഈ കൊണ്ടുവരുന്നത്. എന്നിട്ട് പറയുന്നു, ലി അന്നൽ ഉമൂറ കുല്ലഹാ ബിയദില്ലാഹ് ലാ ബിയദി ഗൈരിഹി, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. അള്ളാഹു അല്ലാത്തവരുടെ അധികാരത്തിലൊന്നുമില്ല, എല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിൽ. വഖദ് അക്സറ മിൻഹ, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ ഉയർന്ന നല്ലൊരു സിഫത്ത്, ഇത്തരം ഉയർന്നൊരു സിഫത്ത് അങ്ങനെ വരുമ്പോൾ അത്തരം സിഫത്തുകൾ ഒരുപാട് നമ്മുടെ സാദാത്യങ്ങൾ സൂഫിയാക്കളും പ്രമുഖന്മാരുമായ അൽമുഅ്തമദൂന ബി ഔറാദിഹിം, അൽമുഅ്തമദൂന അംഗീകരിക്കാൻ പറ്റുന്ന എല്ലാവരും സ്വീകാര്യയോഗ്യന്മാരായി പ്രഗത്ഭന്മാരായിരിക്കുന്ന സൂഫിയാക്കളും നേതാക്കന്മാരുമായ വലിയ വലിയ മഹാന്മാർ ഇത്തരം കാര്യങ്ങൾ ഈ ഉയർന്ന വിശേഷം നൽകുന്ന ഈ സിഫത്തിനെ അധികരിപ്പിച്ച് കാണാം. ഫി ഔറാദിഹിം, അവരുടെ വിറുദുകളിൽ അവർ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ കാണാം, ദുആകളിൽ കാണാം, ദിക്റുകളിലും കാണാം. എന്തുകൊണ്ട്? ലി അജ്ൽ അഖായിദി, ഈ പറഞ്ഞ വിശ്വാസങ്ങളുടെ കാര്യത്തിന് വേണ്ടി. എല്ലാം അള്ളാഹുവിനുള്ളതാണ്, ഒന്നും അള്ളാഹു അല്ലാത്തവരുടെ അധീനതയിൽ ഇല്ല, എല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിൽ. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്നൊരു വിശ്വാസം ഇവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടായ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഈ ഉയർന്നതായിരിക്കുന്ന നല്ല മുന്തിയ സിഫത്തായ ഈ ഒരു വിശേഷണം അടങ്ങുന്ന വിശേഷണങ്ങൾ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരും സൂഫിയാക്കളും ഔലിയാക്കളുമായ അവരുടെ ദിനേനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളിലും ദിക്റുകളിലുമൊക്കെ മുഴങ്ങി കാണാൻ നമുക്ക് കാണാൻ കഴിയും. അതിലെ ചില ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നമുക്കൊന്ന് എണ്ണാം. ഒന്നാമതായി നമ്മൾ പറയട്ടെ, നമ്മുടെ മദ്ഹബിന്റെ എഡിറ്ററായ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബ് എന്താണ് എന്നും എന്താണ് അതിലെ മസ്അല എന്നും ബഹുമാനപ്പെട്ട രണ്ട് ഇമാമിങ്ങളാണ് നമുക്ക് വരച്ച് കാണിച്ചു തന്നത്. അതിനുശേഷം അതിനോടാസ്പദപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ അയിമ്മത്തുകളും പിന്നെ പോന്നത്. അതിൽ പ്രഗത്ഭനായ ചെറുപ്പക്കാരനായ കല്യാണം കഴിക്കാതെ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച ഇസ്ലാമിന് വേണ്ടി മാത്രം തുന്നി ജീവിച്ച ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഹിസ്ബിഹി, അവിടത്തെ ഹിസ്ബിലായിട്ട് ഓരോന്നിനും ഓരോ ഭാഗങ്ങളായി തിരിച്ച ഔറാദും ദിക്റുമൊക്കെ ഉണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ ആ ഹിസ്ബിൽ കാണാം ഇങ്ങനെ, എന്ത് കാണാം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ഗൈരി വമിൻ ശർരി മാ ഖലഖ റബ്ബി വദറഅ വബറഅ എന്ന് കാണാം. ഇവിടെയൊക്കെ അല്ലാഹുവേ, നിശ്ചയം നിന്നോട് ഞാൻ ഇതാ കാവൽ ചോദിക്കുന്നു, മിൻ ശർരി നഫ്സി, എന്റെ ശരീരത്തിന്റെ നാശത്തെ തൊട്ട്, ഷെറിനെ തൊട്ട്,
വമിൻ ഷർരി ഗൈരി ഞാനല്ലാത്തവരുടെ ഷർറിനെ തൊട്ട്, വമിൻ ഷർരി മാ ഖലഖ റബ്ബി എന്റെ റബ്ബ് സൃഷ്ടിച്ച എല്ലാത്തിന്റെ നാശത്തെ തൊട്ട്, ദറഅ സൃഷ്ടിച്ചത്, വബറഅ ഇല്ലായ്മ ഉണ്ടാക്കിയതായ എന്റെ റബ്ബ്, ആ റബ്ബ് പടച്ചു വെച്ചവരുടെ നാശം കൊണ്ട് അതിനെ തൊട്ടും ഞാനിതാ അള്ളാഹുവിന്റെ കാവൽ ചോദിക്കുന്നു. ഈ ഇമാമിന് അറിവില്ല എന്ന് പറയാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ആർക്കും പറ്റില്ല. ഏത് ശത്രുവും മിത്രവും അംഗീകരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ദീനിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഖൈറിന്റെയും ഷെറിന്റെയും ഖദറിന്റെയും ഒക്കെ വിശദീകരണം ശരിക്കും അറിയുന്ന മഹാപണ്ഡിതൻ മഹാനവറുകളുടെ ഹിസ്ബിലായി വന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ ഷർരി മാ ഖലഖ റബ്ബി എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങാനും തൗഹീദിന് എതിരാകുമായിരുന്നെങ്കിൽ വമിൻ ഷർരി മാ ഖലഖ റബ്ബി എന്ന് പറയുമായിരുന്നു. അതൊരിക്കലും പറയുമായിരുന്നില്ലല്ലോ. അപ്പൊ പറയുമ്പോൾ മനസ്സിലാക്കാം, ഇതൊന്നും വിശ്വാസത്തിന് എതിരല്ല, തൗഹീദിനും എതിരല്ല. ഇവരൊക്കെ തൗഹീദ് ഊട്ടി ഉറപ്പിച്ച മഹാന്മാരാണ്. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു മുസ്ലിമിന് തൗഹീദിന് വിഘാതം സംഭവിച്ചാൽ അത് വരുന്നുണ്ടെങ്കിൽ അതുവരെയും വരച്ചു കാണിച്ച മഹാന്മാരാണ് ഈ പറയുന്നത്. ഇനി നോക്കൂ, മറ്റൊരു വലിയ സൂഫിയുണ്ട്, വലിയ അറിയപ്പെട്ട ഒരു മഹാനാണല്ലോ ഇമാം അബുൽ ഹസൻ സാദിലി റളിയല്ലാഹു അൻഹു. മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഫി ഹിസ്ബിഹി തന്റെ ഹിസ്ബിലായിട്ട്, അൽ മുസമ്മ ബി ഹിസ്ബിൽ ബർ എന്നതിന്റെ പേര്, ഹിസ്ബുൽ ബർ എന്ന പേരിൽ പറയപ്പെടുന്ന തന്റെ ഹിസ്ബിലായിട്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു, യാ വഹാബു യാ അലീമു നഊദു ബിക മിൻ ശർരി മാ ഖലഖത എന്നൊരു ദിക്റുണ്ട്. അത് ഷാദിലി തങ്ങൾ ഉണ്ടാക്കിയ ഒരു ദിക്റാണ്. അത് ഹിസ്ബുൽ ബറിൽ നോക്കിയാൽ കാണും. അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആ ത്വരീഖത്തിലൂടെ നടന്ന ഷെയ്ഖായി അംഗീകരിച്ച ആളോട് ചോദിച്ചാൽ അത് കിട്ടും. ആവട്ടെ, അതൊക്കെ മനസ്സിലാക്കി എടുത്തവരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സാഹിബ് ഷർഹ് റാത്തിബുൽ ഹദ്ദാദിന്റെ മുസന്നിഫായ ഹബീബ് എന്നവര്. മഹാനവറുകൾ അതൊക്കെ പരിശോധിച്ചിട്ട് പറയുന്നു, ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? ഇത്രയും നല്ല മഹാന്മാരായ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ജീവിക്കുന്ന, തൗഹീദിൽ മായം ചേർത്താതെ ലോകത്തിന് മുഴുവൻ വെടിഞ്ഞുകൊണ്ട് സൃഷ്ടികളിലേക്ക് ആവശ്യമില്ലാതെ അള്ളാഹ് എന്ന് മാത്രം ചിന്തിക്കുന്ന ഷാദുലി ഉടമയായ അബുൽ ഹസൻ എന്ന് പറയുന്ന മഹാരഥന്മാരെ പോലത്തെ ആളുകളൊക്കെ അവരുടെ വിരുദ്ധുകളിലും ഹിസ്ബിലുമായിട്ട് കൊണ്ടുവന്നത് മിൻ ശർരി മാ ഖലഖത എന്ന യാ വഹാബ് വശാരമായി നൽകുന്നവനെ, യാ അലീം എല്ലാം അറിയുന്നവനെ, നഊദു ബിക നമ്മൾ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ ശർരി മാ ഖലഖത നീ പടച്ചു വെച്ചതായ എല്ലാത്തിന്റെയും നാശത്തെ തൊട്ട് എന്ന. അവിടെ നീ പടച്ചു വെച്ചതായിരിക്കുന്ന എല്ലാ നാശത്തെ തൊട്ടെന്ന് പറയുമ്പോൾ ആ നാശത്തെ സൃഷ്ടിച്ചത് അള്ളയാണെന്നറിയാലോ. ഈ മഹാന്മാര് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഈ ഷർറ് തൗഹീദിനെതിരാകുമോ? ഇല്ലല്ലോ. അങ്ങനെയാണ് എങ്കിൽ വലിയ അപകടമല്ലേ വരിക? ഈ മഹാന്മാർ റൂട്ട് ശരിയല്ല എന്നല്ലേ പറയാം. ഇവരാരും വിവരമില്ലാത്തവരല്ലല്ലോ. ഇതാണ് ബഹുമാനപ്പെട്ടവർ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പറയുന്നത് എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അങ്ങനെ ദിക്റുകളിൽ കാണാം. ഇനി എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവർക്കും സ്വീകാര്യോഗ്യനായ ഒരു മഹാപണ്ഡിതനല്ലേ, എല്ലാം അറിയുന്ന മഹാനല്ലേ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ബഹുമാനപ്പെട്ടവർ തന്റെ ഹിയ്യയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫീ ഇഹ്യാഇ ഉലൂമുദ്ദീൻ ഗസാലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർക്കുള്ള ഗ്രന്ഥമാണല്ലോ ഇഹ്യാ ഉലൂമുദ്ദീൻ. അതിൽ കാണാം ദുആഉൻ ലി സയ്യിദിനാ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ നേതാവാണ്. മഹാനവറുകൾക്കൊരു പ്രാർത്ഥനയുണ്ട്. മഹാനവറുകൾക്കുള്ള പ്രാർത്ഥനയിൽ ഖാല ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ പറയുന്നു, വയുഖറഉ കുല്ല യൗം എല്ലാ ദിനേനയും ആ പ്രാർത്ഥന വായിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. വഫീഹി കദാ വകദാ മിനൽ ഫളിൽ ആ പ്രാർത്ഥനയിൽ ഇന്നതും ഇന്നതുമെല്ലാം ഉണ്ടെന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും വലിയൊരു മഹത്തായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ആര് പ്രാർത്ഥിച്ചതാ? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നാം ഖലീഫ. വഅതാ ഫീഹി ആ പ്രാർത്ഥനയിലും ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്നിട്ടുണ്ട്. സയ്യിദുന അബൂബക്കർ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? ബിമിസ്ലി മാ ഫീ ഹിസ്ബിൽ ബർറി. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹസൻ സാദിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്ബുൽ ബർറി എന്ന് പറയുന്ന ആ ഹിസ്ബുൽ ബർറിലായിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
കൊണ്ടുവന്നതായ ആ പ്രാർത്ഥന അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയിലും ഉള്ളത് അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് അതിൽ നോക്കിയാൽ അത് കിട്ടും. അത് ഹിയാഉലൂമിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്രാർത്ഥന. ബഹുമാനപ്പെട്ടവർക്ക് മരണം ആസന്നമായപ്പോൾ സ്വഹാബാക്കൾ എല്ലാവരും കാണാൻ വന്നു. അങ്ങനെ ഓരോന്ന് ചോദിച്ചു. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് ഒരു ദുആ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ദുആ നിങ്ങളെല്ലാവരും ചൊല്ലുകയാണ് എങ്കിൽ വലിയ ഉപകാരമാണ് എന്നും വളരെ വളരെ കൂലി കിട്ടുന്ന കാര്യമാണെന്നും വലിയ സ്ഥാനമാനമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരു ദുആ അല്ലാഹുമ്മ ഇന്നക അലിംത എന്നൊക്കെ പറയും. അത് തുടങ്ങുന്നത് എവിടുന്നറിയോ? അല്ലാഹുമ്മ ഇന്നക മുത്തദഅത അൽ ഖൽഖ മിൻ ഗൈരി ഹാജത്തിൻ ബിക ഇലൈഹിം എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത് എവിടെയെന്നറിയാമോ? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ്. അവിടെയാണ് അത് അവസാനിക്കുന്നത്. ആ അവസാനിക്കുന്നതിന്റെ ഇടയിലായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുമ്മ ഇന്നക ഖലഖതൽ ഖൈറ വശർറ. അല്ലാഹുമ്മ ഇന്നക ഖലഖതൽ ഖൈറ വശർറ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് തൗഹീദ് തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഹബീബായ നബിയുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ടവരുടെ ഈമാനെ പറ്റി നമുക്കറിയാം. യുദ്ധത്തിന്റെ കരുകാരോട് പടവെട്ടിയ മഹാൻ, ഇസ്ലാമിന് വേണ്ടി എല്ലാം ചെലവഴിച്ച മഹാൻ, തൗഹീദിലായി അടിയുറച്ച് നബിനെ കൊണ്ട് അചഞ്ചലമായി വിശ്വസിച്ച മഹാൻ, എല്ലാരെക്കായും കൂടുതൽ നബിയെ സ്നേഹിച്ച മഹാൻ. ആ നബി എന്ന് കേട്ടുപഠിച്ചതല്ലേ ഇത്? ആ മഹാന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ അൻത ഖലഖതൽ ഖൈറ വശർറ. അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞില്ലേ? ഷർറ് കൂട്ടൽ മോശമായിരുന്നുവെങ്കിൽ നമുക്ക് അംഗീകരിക്കേണ്ട, നമ്മളൊക്കെ ഇമാമായി അംഗീകരിക്കുന്ന ഈ മഹാരഥന്മാർ അത് പറയുമോ? അപ്പൊ അതിൽ തെറ്റില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിനാണ് ബഹുമാനപ്പെട്ടവർ ഇത് നമ്മോട് കൊണ്ടുവന്നത്. ഇതൊക്കെ പറഞ്ഞത് മരണത്തെ കുറിച്ച് പറയുന്ന കിതാബിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാം ഗസാലി റളിയല്ലാഹു തആല വിശദീകരിച്ചത്. ബഹുമാനപ്പെട്ട അലി കറമല്ലാഹു വജ്ഹഹു, ആ ബഹുമാനപ്പെട്ട അലിയാര തങ്ങളുടെ പ്രാർത്ഥനയും ഇഹ്യായിൽ പറയപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗസാലി റളിയല്ലാഹു തആല പറയുകയാണ്, റവാഹു അലിയാർ തങ്ങള് ഈ പ്രാർത്ഥന റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടാണ് റിപ്പോർട്ട്. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണത്. എല്ലാ ദിവസത്തിലും എന്താകുന്നു? അല്ലാഹു തആല അള്ളാഹുവിന്റെ സ്വന്തം ശരീരത്തെ പരിശുദ്ധമാക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദോഷത്തെ തൊട്ടും എല്ലാത്തിനെ തൊട്ടും ഗുണവാനാവുക. അങ്ങനെ ഗുണവാനായിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പതിവ് അല്ലാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു തആല വയഖൂലു, അല്ലാഹു തആല പറയുന്നു, ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന റബ്ബുൽ ആലമീൻ എന്ന ദുആ തുടങ്ങിയിട്ട് ഇലാ അൻ ഖാല ഫി അസ്നാഇഹി, ആ ദുആയുടെ ഇടയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഖാലിഖുൽ ഖൈരി വശ്ശർരി. കേട്ടോ, ഈ മഹാന്മാരൊക്കെ പറയുന്നതിന് പുറമെ ഖാലിഖായ റബ്ബ് തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞു കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? പിന്നെ ബിദ്അത്തുകാരാ, നിങ്ങൾ എങ്ങനെയാണ് ഷർറ് ഒഴിവാക്കിയിട്ട് ഖൈറ് മാത്രം കൂട്ടിച്ചേർത്ത് പറയാ? ഇത്രയും കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് എതിരല്ലേ? അള്ളാഹ് തന്നെ ഖാലിഖുൽ ഖൈരി വശ്ശർരി എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ട് നമുക്ക് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയുന്ന തെറ്റ്? അതിനാണ് ബഹുമാനപ്പെട്ട സാഹിബ് ഷറഹ് റാത്തിബ് കൊണ്ടുവന്ന് ഈ പ്രാർത്ഥനകളൊക്കെ അള്ളയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ദുആയുടെ ലാസ്റ്റ് വരെ അങ്ങനെ പോകുന്നുണ്ട്. വയഖൂലു ഖബ്ല കുല്ലി കലിമ, എല്ലാ കലിമത്തും അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പൊക്കെ പറയുന്നു അല്ലാഹു തആല ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവിടൊക്കെ തൗഹീദിന് എതിരാണോ ഈ ഖൈറും ഷർറും? ആണെങ്കിൽ ആയിക്കോട്ടെ, അള്ളാഹ് അങ്ങനെ പഠിപ്പിച്ചു, നബി അങ്ങനെ പഠിപ്പിച്ചു, സ്വഹാബാക്കൾ അങ്ങനെ പഠിപ്പിച്ചു, അയിമ്മത്തും അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഇവിടെ കുഴപ്പം നമുക്ക് പേടിക്കാനില്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാര്, അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ കക്ഷിക്കാരും നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് വിശ്വസിക്കുന്നവരാണ് എന്നും ആ വിശ്വാസ അടിസ്ഥാനത്തിലൂടെ അവിടെ പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ പിന്നെ മുഅ്തസിലത്തിന്റെ വാദം ശരിയല്ല എന്നതല്ലേ ഈ തെളിയിക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഖാല ഗസാലിയോ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു,
ഈ പ്രാർത്ഥന അഥവാ അലിയാർ തങ്ങൾ നബിയെ തൊട്ട് ഉദ്ധരിച്ച് ഖുദ്സിയായ ഹദീസിലൂടെ വന്ന ഈ പ്രാർത്ഥന, അല്ലാഹു തആല പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന ആരെങ്കിലും ദ്വാരിക്കുകയാണ് എങ്കിൽ ഫൽയഖുൽ, അവൻ പറയട്ടെ, ഇന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത എന്നവൻ പറയട്ടെ. കഥാ വകഥ ഒക്കെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷം വസ്സാലിമാം അവറുകൾ പറയുന്നു, ഈ പ്രാർത്ഥന കൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ കുത്തിബ മിനസ്സാജിദീനൽ മുഖ്ബിത്തീനല്ലദീന യുജാബിറൂന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇബ്രാഹീം അലൈഹിസ്സലാം വമൂസാ അലൈഹിസ്സലാം വഈസാ അലൈഹിസ്സലാം വന്നബിയ്യിന അലൈഹിമുസ്സലാം ബിദാരിൽ ജലാൽ വലഹു സവാബുൽ ആബിദീന ഫിസ്സമാവാതി വൽ അർളീൻ. ഇങ്ങനെയാണ് അതിന്റെ മഹത്വം. ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി അല്ലാഹു തആലാക്ക് സുജൂദ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവൻ എഴുതപ്പെട്ടു. എങ്ങനത്തെവർ? അവർ യുജാബിറൂന മുഹമ്മദൻ, മുഹമ്മദ് നബിയോടും ഇബ്രാഹിം നബിയോടും മൂസ നബിയോടും ഈസ നബിയോടും മറ്റ് എല്ലാ പ്രവാചകന്മാരോടും ദാറുൽ ജലാൽ എന്ന് പറയുന്ന വീടല്ലേ, സ്വർഗീയ വീട്, ആ ദാറുൽ ജലാലിൽ വെച്ചിട്ട് ഈ മഹാന്മാരായ എല്ലാ ആളുകളോടും മുജാവറത്ത്, അയൽവക്കം, സഹവാസം കിട്ടും. അങ്ങനെ കിട്ടുന്നതായ വിനയാനിതനായി അള്ളാഹുവിനെ പേടിച്ച് സുജൂദിലായി കഴിയുന്ന വിഭാഗത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെ എഴുതപ്പെടും എന്ന് പറയുന്നു എന്ന് കാണാം. വസ്സാലിമാം തങ്ങൾ പറഞ്ഞതായിട്ട് അത്രയും വലിയ മഹത്തായ ഒരു പ്രാർത്ഥന. ആ മഹത്തായ പ്രാർത്ഥനയിൽ ഖാലിഖുൽ ഖൈരി വശ്ശരി എന്ന് വന്നെങ്കിൽ തൗഹീദിന് എതിരല്ല എന്ന് മനസ്സിലായല്ലോ. ഈ തൗഹീദ് ഉറച്ച തൗഹീദാണ്, നിഷ്കളങ്കമായ തൗഹീദാണ്, ഒരു തെറ്റുമില്ല, ഒരു മായം അതിലില്ല എന്ന് മനസ്സിലായല്ലോ. വലഹു സവാബുൽ ആബിദീന ഫിസ്സമാവാതി വൽ അർളീൻ, ആകാശ ഭൂമി ലോകങ്ങളിലുള്ള ആരെല്ലാം ഉണ്ടോ ഇബാദത്ത് ചെയ്യുന്നവർ, അവരെ എല്ലാവരുടെയും സവാബ് പോലും ഇത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവർക്കുണ്ടെന്ന് വസ്സാലിമാം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമിലൂടെ ഈ പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചതായി നമുക്ക് കാണാം. അപ്പൊ ആകത്തുക ഇതിലൊക്കെ പറഞ്ഞത് ഇവിടെ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, ശർ ഒഴിവാക്കിയിട്ട് ഖൈറ് മാത്രമേ അള്ളാഹുലേക്ക് ചേർത്താൻ പറ്റൂ. അതേ ഉറച്ച തൗഹീദാവുകയുള്ളൂ. ശർ ചേർത്താൽ അള്ളാഹു തആലയുടെ ഇറാദത്തിനും ഖുദ്റത്തിനും അതുപോലെ മശീയത്തിനൊക്കെ മോശം വരുമെന്നും അള്ളാഹുവിലേക്ക് ഒരു മോശത്തെ ചേർത്താൽ അത് ഖബീഹാണെന്നുമുള്ള ബിദ്അത്തിന്റെ വാദം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് ഇത്രയും മഹത്വങ്ങളായ ദിക്റുകളും ഈ തെളിവുകളും എല്ലാം ഈ കിതാബിലൂടെ വിശദീകരിച്ച് തന്നത്. ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആകത്തുക നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നന്മ മാത്രമേ അള്ളാഹു തആല ഉദ്ദേശിക്കൂ, തിന്മ അള്ളാഹു തആല ഉദ്ദേശിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതിനനുസരിച്ചു കൊണ്ടാണ് ജീവിക്കേണ്ടത്. അതിലൂടെ അസ്മതപ്പെടുത്തിക്കൊണ്ട് ആ മഹാന്മാരെല്ലാവരും വിശ്വസിച്ചിട്ടുള്ളതും അഇമ്മത്തുകളും പ്രവാചകരും സൃഷ്ടാവായ അള്ളാഹു തആലയും അങ്ങനെ തന്നെ കാണിച്ച് തന്നിട്ടുള്ളൂ. അവരെല്ലാവരും പറഞ്ഞതിൽ കാണാം, ഖൈറും ശർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതൊരു മോശവുമില്ല. ആകെ മോശം വരികയാണ് എങ്കിൽ തന്നെ അതവിനെ മാനിച്ചുകൊണ്ട് ഒറ്റക്കാകുമ്പോൾ ഷർ ചേർത്താൻ പാടില്ല, കൂട്ടമായി ചേർത്തുകയാണ്. അതവിനെ മാനിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അഥവാ ഒരു ഷർ അള്ളാഹുവിലേക്ക് ചേർത്തു എന്ന് പറയും അതൊരു തെറ്റുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുവാനാണ് ഇത്രയും ദിക്റുകളും ദുആകളും ഈ ശറഹിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത് ഖുതുബുൽ അഖ്താബാണ്. എല്ലാ മഹാന്മാരെക്കായും ഉന്നതനായ വലിയൊരു വലിയുണ്ടല്ലോ, അതിന്റെ മാസം കൂടിയുമാണല്ലോ ഈ റബീഉൽ ആഖിറില് ജീലാനി ദിനമൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖുതുബ് സയ്യിദുൽ ഖുതുബുൽ ഗൗസ്, വലിയ വലിയ ഔസ്തികളൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ നേതാവായി വന്ന വലിയ നേതാവാണ് നമ്മുടെ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു നഫഅല്ലാഹു ബിഹി. ആ മഹാനുണ്ട് ഒരു ഹിസ്ബ് അൽ മുസമ്മ തസ്ബീഹുൽ കിബ്രിയ എന്നാണ് ആ ഹിസ്ബിന്റെ പേര്. അങ്ങനത്തെ ഹിസ്ബിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹും കൊണ്ടുവന്നിട്ടുണ്ട്. മഹാനും തൗഹീദിനെതിരല്ലല്ലോ, തൗഹീദിന് ഉറച്ച മഹാനല്ലേ. മഹാനവരുടെ ചരിത്രം പരിശോധിച്ചാൽ അതിനായി ജീവിച്ച മഹാനല്ലേ. ആ ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയ ഒരു ഹിസ്ബാണ് തസ്ബീഹുൽ കിബ്രിയ. ആ തസ്ബീഹുൽ കിബ്രിയ എന്ന് പറയുന്നതിൽ കാണാം
ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖുൽ ഖൈരി വശ്ശർരി ലാ ശരീക ലഹു വഹ്ദഹു ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നൊരു ദിക്ർ കാണാം. അല്ലാഹുവല്ലാതെ മഅബൂദായി യഥാർത്ഥത്തിൽ ഒരു ഇലാഹുമില്ല. എങ്ങനത്തെ അല്ലാഹ്? നന്മയും തിന്മയും സൃഷ്ടിക്കുന്നവനായ അല്ലാഹ്ക്കൊരു പങ്കുകാരുമില്ല. ഏകനായ സ്ഥിതിയിൽ അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല എന്ന് മലയാളത്തിൽ നമുക്ക് അർത്ഥം വെക്കാം. അതിന്റെ അറബിയാണ് ഈ പറഞ്ഞത്. ഈ ദിക്റില് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖുതുബുൽ അഖ്താബാണ്, ഖുതുബുൽ ഔസാണ്, ലോകം അറിയപ്പെട്ട മഹാവലിയുമാണ്. ഏവർക്കും അറിയുന്ന ശത്രുവിനും മിത്രങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ അറിയാൻ പറ്റുന്ന മഹാനാണ്. ആ മഹാന്റെ ദിക്റിൽ പോലും ഖാലിഖുൽ ഖൈർ എന്ന് പറയാതെ ഖാലിഖുൽ ഖൈരി വശ്ശർരി ഇത് കൂട്ടി പറഞ്ഞല്ലോ. ഇതൊന്നും തൗഹീദിനെതിരല്ല. ഇങ്ങനെയുള്ള പേരെടുക്കപ്പെട്ട ലോകം അംഗീകരിക്കുന്ന അയിമ്മത്തുകൾ പറഞ്ഞത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ചെറുകിട ഉലമാക്കൾ പറഞ്ഞത് പറയുന്നില്ല. വലിയ വലിയ മഹാന്മാര് പറഞ്ഞതാണ് ഇവിടെ ഉദ്ധരിച്ചു തരുന്നത്. എന്തിനാ ഇത്തിരി ഉദ്ധരിക്കേണ്ടി വന്നത്? ഇങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള ആളുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഇത്തരം വിശ്വാസങ്ങൾ ശരിയല്ല എന്നും ഈ വിശ്വാസമാണ് ശരിയെന്നും നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണെന്നും കാണിച്ചു തരുവാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ നമ്മുടെ തൗഹീദിനെ വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് വിള്ളലുണ്ടാക്കി വന്ന മുഅ്തസിലത്തിനെ മുനയൊടിച്ചുകൊണ്ട് എല്ലാ നിലയിലും നിലം പരിശാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർന്നിട്ടില്ല. ഇനി വലിയൊരു പേര് കേട്ട മറ്റൊരു മഹാനാണല്ലോ വഖാറിൽ ഇമാം അഹ്മദ് ബിൻ മൂസ ബിൻ ഉജൈൽ എന്ന് പറയപ്പെട്ട വലിയൊരു മഹാനുണ്ട്. ആ മഹാനുമുണ്ട് ഒരു ഹിസ്ബ്. ആ ഹിസ്ബ് അല്ലദീ യുഖ്റഉ കുല്ല യൗം, എല്ലാ ദിവസവും ഓതേണ്ട ഒരു ഹിസ്ബാണ് ആ ഹിസ്ബ്. ആ ഹിസ്ബിലും മഹാനവറുകൾ പറയുന്നു അവ്വലുഹു, അതിന്റെ തുടക്കം തന്നെ എങ്ങനെയെന്ന് അറിയാമോ? അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ ബില്ലൈലി മുദ്ലിമൻ ബിഖുദ്റതിഹി വജാഅ ബിന്നഹാരി മുബ്സിറൻ ബിഇസ്സതിഹി എന്ന് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിയതിന് ശേഷം എവിടെ പോയിട്ട് അവസാനിക്കാന്നറിയുമോ? ഇലാ അൻ ഖാൽ വഇന്നൽ ഖൈറ മിനല്ലാഹി വശർറ ബിഖളാഇല്ലാഹി ഹാദിഹി ഹഖീഖത്തുൻ ഇഅ്തഖദഹാ ഖൽബി വനതഖ ബിഹാ ലിസാനി എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ മൂസ ബിൻ ഉജൈൽ തങ്ങൾ തന്റെ ഹിസ്ബിൽ പറയുന്നു. വ്യക്തമായിട്ട് തന്നെ ആ ദിക്റിൽ കൊടുത്തുകണത് അൽ ഖൈറു മിനല്ലാഹ്, നന്മ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വശർ, നാശം അള്ളാഹുവിന്റെ ഖലാ കൊണ്ടുള്ളതുമാണ്. അങ്ങനെ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു ഇതാണ് എന്റെ വിശ്വാസം, ഇതാണ് എന്റെ നാവ് വഴിയുന്നതും, ഇത് യഥാർത്ഥ വിശ്വാസമാണ് എന്ന് അർത്ഥസംഘക്കിടയില്ലാതെ വെട്ടിത്തുറന്ന് മഹാനവറുകൾ ആ ദിക്ർ പറഞ്ഞിട്ട് പറയും ചെയ്തു. ഇവിടെ എവിടെയും പിഴവില്ല. പിന്നെ ആ അർത്ഥം പറയുന്നത് സാധാരണക്കാരായ ആളുകൾ ഇതിലുണ്ട്, അവർ കൂടി മനസ്സിലാക്കുക എന്ന രീതിയിലാണ് ഞാൻ അർത്ഥം പറഞ്ഞു പോകുന്നത്. ദിക്റിന്റെ ബഹുമാനപ്പെട്ട ബഡ ആലിമുകൾ ഇതിലുള്ളത് കൊണ്ട് അവർക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കും വേണ്ട, ഇബാറത്ത് പറഞ്ഞു കൊടുക്കും വേണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദീ, എങ്ങനത്തെ അള്ളാഹ്, അദ്ഹബ ബില്ലൈലി മുദ്ലിമൻ, രാത്രിയെ അള്ളാഹു തആല പോക്കിക്കളഞ്ഞോ ഇരുട്ടുള്ളതായ നിലയിൽ, ബിഖുദ്റതി, അള്ളാന്റെ ഖുദ്റത്ത് കൊണ്ടാണ് ആ രാത്രി അള്ളാഹു തആല പോക്കി വിട്ടത്. വജാഅ ബിന്നഹാരി, പകലിനെ അള്ളാഹു തആല കൊണ്ടുവന്നു. മുബ്സിറൻ, എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ. ബിഇസ്സതി, അള്ളാഹു തആലയുടെ ഇസ്സത്ത് കൊണ്ട്. ഈ രൂപത്തിലൂടെ ദിക്ർ ചൊല്ലിയിട്ട് പറഞ്ഞതാണ് ലാസ്റ്റ് വഇന്നൽ ഖൈറ മിനല്ലാഹി വശർറ ബിഖളാഇല്ലാഹി എന്നുള്ളത് എന്ന് ആ ഒരു ഇമാവ് പറഞ്ഞെങ്കിൽ ഇവിടെയും നമുക്ക് കുഴപ്പമില്ല. ഇനി ഏതാ ഇമാവ് വേണ്ടത് പറയാമല്ലോ. ഇനിയുമുണ്ട് നമുക്ക് പറയാൻ ഇമാമികൾ. മഹാൻ ഉദ്ധരിക്കുകയാണ്, പറട്ടെ. قال سيدنا العلامة عمر بن سيد القطب أبي بكر بن سالم بعلوي. سيدنا العلامة عمر بن سيد القطب أبي بكر بن سالم بعلوي എന്ന് പറയുന്ന മഹാൻ പറയുന്നു, അല്ലാഹു ബിഹി ഫീ ഹിസ്ബിഹി, തന്റെ ഹിസ്ബിൽ പറയുന്നു, اللهم اجعلنا راضينا بقضائك خيره وسره ومعترفين أن لا حول ولا قوة إلا بالله العلي العظيم لا في طاعة ولا في معصية إلا بك ما شئته كان وما لم تشأ لم يكن. അതിവ്യക്തമായി തന്നെ തൗഹീദ് എന്താണ് എന്ന് ദിക്റിലൂടെ വളരെ വ്യക്തമായി ഈ മഹാനത വ്യക്തമാക്കി തരുന്നു. അവിടെ എവിടെയാണ്
പറഞ്ഞത് ബി ഖലായിക ഖൈരിഹി വ ശർരിഹി ആണോ. ഖലായില് ഖൈറും ശർറും പെട്ടല്ലോ. മറ്റുള്ളടത്ത് പറഞ്ഞത് എന്താണ്? ലാ ഫീ ത്വാഅത്തിൻ വലാ ഫീ മഅസിയത്തിൻ ഇല്ലാ ബിക. അവിടെയും പറഞ്ഞു ഇല്ലാ ബിക. മാ ശിഅ്തുഹു കാൻ വമാ ലം തശഇ ലം യകുൻ. ഇവിടെ എവിടെയും തിന്മ ഒഴിവാക്കിക്കൊണ്ട് ഖൈർ മാത്രം അള്ളാഹുവിലേക്ക് ചേർത്തതായി കാണുന്നില്ല. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി തരികയാണ്. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മ പടച്ചവനെ ജഅൽനാ റാളീന ബിഖലായിക, നിന്റെ ഖലാ കൊണ്ട് തൃപ്തിപ്പെടുന്നവരായി നീ ഞങ്ങളെ ആക്കണേ തമ്പുരാനെ. എന്താ ഖലായിലുള്ളത്? ഖൈരിഹി വ ശർരിഹി, നിന്റെ ഖലായിൽ ഖൈറുമുണ്ട് ശർറുമുണ്ട്. വമുഅ്തരിഫീന, സമ്മതിക്കുന്ന ആളുകളാക്കി തരണേ ഞങ്ങളെ. എന്താ സമ്മതിക്കേണ്ടത്? അല്ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, വണ്ണമായ മേലയായ രാജാതിരാജനായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇബാദത്ത് ചെയ്യുവാനുള്ള ശക്തിയും അതുപോലെ തെറ്റുവാനോ മറ്റുള്ള ഉദ്ദേശമോ ഒന്നും തന്നെ അള്ളാഹിനെ കൊണ്ടല്ലാതെ ഇല്ല. അപ്പൊ ഉദ്ദേശവും ശക്തിയൊക്കെ അള്ളാഹിനെ കൊണ്ട് മാത്രമേ ഉള്ളൂ. ഒന്നും സാധുക്കളായി അടിയങ്ങൾക്കില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല. എല്ലാം അള്ളാഹുവിന്റെ അധീനതയിലാണ്. ലാ ഫീ ത്വാഅത്തി വലാ ഫീ മഅസിയത്തി ഇല്ലാ ബിക. ആരാധനകളിലും അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ നിന്നെ കൊണ്ടല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. സ്വയം അടിമ തീരുമാനിച്ചിട്ട് കാര്യമില്ല. സ്വയം അടിമക്കൊന്നും ചെയ്യാൻ കഴിവില്ല. നല്ലതായാലും ചീത്തയായാലും എല്ലാം അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. മാഷിഅ്തുഹു കാൻ, അള്ളാഹ് നീ ഉദ്ദേശിച്ചത് ഉണ്ടായി. വമാലം തശഇ ലം യകുൻ, അള്ളാഹുവേ നീ ഉദ്ദേശിക്കത് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടൊക്കെ വിശ്വസിച്ചത് അങ്ങനെയാ. ഇനിയും നമുക്ക് പറയാം, മഹാനവറുകൾ നിർത്തുന്നേയില്ല. വളരെ വളരെ വ്യക്തമായി തന്നെ പറയാൻ. എന്തിനാ ഇത്? ഒരു നിലപാടിലൂടെയും ഒരു ഇമാമിയങ്ങളും മുഅ്തസിലത്തിന്റെ വാദം അംഗീകരിച്ചിട്ടില്ല. ദിക്റിലില്ല, പ്രാർത്ഥനയിലില്ല, അവിടെ സംസാരങ്ങളിലില്ല എന്ന് വ്യക്തമാക്കുവാനാണ് പേരെടുത്ത ഈ പണ്ഡിതന്മാരുടെ മൊഴികളൊക്കെ ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പൊ നമുക്കത് നിരാശപ്പെടുവാൻ പാടില്ല. ആരൊക്കെ ഉദ്ധരിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഉദ്ധരിച്ച് പറയാൻ പറ്റണം. ആ രീതിയിലൂടെയാണ് മഹാനവറുകൾ ഇത് വിശദീകരിക്കുന്നത്. നോക്കൂ, വലിയൊരു ആലിമാണ് മറ്റൊരു ആലിമ്. വഖാല സയ്യിദുൽ അല്ലാമത്തു അഹ്മദ് ബിൻ ഉമർ അൽ ഹിന്ദുവാനി അലവി. മഹാനവറുകൾ തന്റെ ഹിസ്ബിൽ പറയുന്നു, ആമൻതു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി സ്വദഖല്ലാഹു വ റസൂലുഹു എന്ന്. അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ മലായികത്തുകളെ കൊണ്ടും ഗ്രന്ഥങ്ങളെ കൊണ്ടും അവസാന നാളുകൊണ്ടും ഖദർ കൊണ്ടും, ഖദർ എന്ന് പറഞ്ഞാൽ ഖൈരിഹി വശർരിഹി, നന്മ തിന്മ, ഇതുകൊണ്ടും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് തന്റെ ഹിസ്ബിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു. അവിടെയും ഖദരിഹി എന്നുള്ളടത്ത് വിശദീകരിച്ചത് ഖൈരിഹി വശർരിഹി. ആരും ഇവിടെ ശർറ് ഒഴിവാക്കിയിട്ടില്ല, അത് കൂട്ടിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞു. വഫി ഔറാദി സാദാത്തിന ആലി അബി അലവി, എന്റെ പിതാവായ അലവി കുടുംബക്കാരായ എന്റെ നേതാക്കന്മാർ, നമ്മുടെ നേതാക്കന്മാർ കൊണ്ടുവന്ന ഔറാദിലും വലിയ വലിയ ഭീമാകാരന്മാരായ അറിവിന്റെ ജ്ഞാനമുള്ള സമുദ്രങ്ങളായ പണ്ടാഘാരമായ ഉലമാക്കൾ, ഇവരല്ലാത്ത മറ്റു ഉലമാക്കൾ, അവരിലൊക്കെ ഔറാദുകളിൽ ഇത്തരം ഖൈറും ശർറും കൂട്ടിച്ചേർത്ത് പറഞ്ഞത് അനവധി കാണാം, ഒരുപാടുണ്ട്. ഹാദൽ ഖദരി കിഫായത്തുൻ, ഇത്തിരി ഞാൻ ഉദ്ധരിച്ച് തന്നല്ലോ. ഈ വിഷയങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 1.5 പേജോളം ഞാൻ പറഞ്ഞു തന്നു, മഹാന്മാരെ പേരെണ്ണിയിട്ട്. അത് മതിയല്ലോ നമുക്ക്, അല്ലെ? ഇനി അവിടുന്ന് അങ്ങോട്ട് എത്രയും ധാരാളം നമുക്ക് നിരത്താൻ കഴിയും. അതുകൊണ്ട് ബിദ്അത്തുകാരെ, നിങ്ങളെ വാദവുമായി ഞങ്ങൾക്ക് എതിരിൽ വരണ്ട. തെളിവിഷ്ടം പോലെയുണ്ട്. ഇതുപോലൊരു തെളിവ് നിരത്താൻ നിങ്ങൾക്ക് ആരെക്കൊണ്ടും കഴിയുമോ എന്നൊരു ചോദ്യം കൂടിയും ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, വഖാല സയ്യിദുൽ വാലിദു അഹ്മദ് ബിൻ ഹസൻ ബിൻ അബ്ദുല്ലാഹി അൽ ഹദ്ദാദ്, ബഹുമാനപ്പെട്ടവര് പറയുന്നു, നഫഅല്ലാഹു ബിഹി ആമീൻ, ഫീ കിതാബി, തന്റെ കിതാബിൽ പറയുന്നു. എന്താ കിതാബിന്റെ പേര്? സബീലുൽ ഹിദായത്തി വർ റഷാദ്. അങ്ങനെയൊക്കെ ഒരു കിതാബ് മുഖവരി നമ്മൾ പറഞ്ഞല്ലോ. അതൊക്കെ ചിലപ്പോൾ പ്രധാനപ്പെട്ടത് ഇവിടെ ഉദ്ധരിക്കും. അപ്പൊ പ്രധാനപ്പെട്ടത് കൊണ്ടാണ് ആ കിതാബിലെ ഉദ്ധരണി ഇവിടെ പറയുന്നത്. ഫീ ദിക്രിഹി, മഹാനവറുടെ ദിക്റില് നുബുവത്തും മിൻ ഫളാഇലി റാത്തിബി സയ്യിദ് അൽ ഹദ്ദാദ്, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാവായ ഹദ്ദാദ് റാത്തീബിലെ ശ്രേഷ്ഠതകൾ പറഞ്ഞതായി ആ കൂട്ടത്തിൽ സാമ്പിളിനുണ്ട്. അങ്ങനെ സാമ്പിളുകൾ പറഞ്ഞ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് ആ കിതാബിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം.
വമൻ സഅമ വല്ലവരുത്തനും പറയുകയാണെങ്കിൽ വാദിക്കുകയാണ് എങ്കിൽ അന്നഹു ലാ യുളാഫുൽ ഖൈറു വശർറു ഇലാ മശീഅത്തില്ലാഹ് അല്ലാഹു തആലാന്റെ മശീഅത്തിലേക്ക് ഉദ്ദേശത്തിലേക്ക് നന്മ തിന്മ എന്നതിനെ ചേർക്കപ്പെടാൻ പറ്റൂല, അങ്ങനെയാണ് ഒരാൾ പറയുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഫയംബനി അലാ ഹാദ സഅമിൽ ഫാസിദി ഇങ്ങനൊരു വാദം വാദിക്കുകയാണ് എങ്കിൽ ഇവിടെ വരുന്ന വലിയൊരു അപകടമുണ്ട്. ഫാസിദായ ഈ വാദം, തെറ്റായ മോശമായ ഈ വാദപ്രകാരം വലിയൊരു അപകടം ഇതിന്റെ മേൽ വരുന്നുണ്ട്. എന്താണ് വരുന്നത്? തഹരീമു ഖിറാഅത്തി കസീരി മിനൽ ആയാത്തിൽ ഖുർആനിയ ഖുർആനിൽ ഇഷ്ടം പോലെ ആയത്തുകളുണ്ടല്ലോ, ഇതിനെ പറഞ്ഞതായ ആയത്തുകൾ, അത്തരം ആയത്തുകൾ ഓതൽ ഹറാമാണെന്ന് വരും. വല ഹദീസുകൾ വായിക്കൽ ഹറാമാണെന്ന് വരും. വൽ അദ്ഇയ്യത്തിൻ നബവിയ്യ നബി തങ്ങൾ ദുആ എന്ന പ്രാർത്ഥനയും ഉണ്ട്, അതും തെറ്റാണെന്ന് വരും. വൽ അഖായിദുൽ ഈമാനിയ വിശ്വാസം തെറ്റാണെന്ന് വരും. നഊദു ബില്ലാഹ് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് വലിയൊരു അപകടം പിടിച്ച വാദമാണ്. അവയെല്ലാം അല്ലാഹുവിലേക്ക് ചേർക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഇവിടെയില്ല. ഖൈറായത് മാത്രം എടുത്തിട്ട് ഷർറ് ഒഴിവാക്കിയാൽ ഖുർആൻ ഒരുപാട് ആയത്ത് കളയേണ്ടി വരും, ഹദീസിൽ ഒരുപാട് ആയത്ത് ഇല്ലാതെയാക്കേണ്ടി വരും. ഇത് തന്നെയാണ് ബിദ്അത്ത് കൊണ്ടുവരുന്ന അപകടം. അപ്പൊ ബിദ്അത്തിന്റെ അപകടം ഇപ്പോൾ മനസ്സിലായല്ലോ. കമാ അശർനാ ഇലാ തറഹ് മിൻ ദാലിക ഇൻദ ഖൗലി സാഹിബുർ റാത്തിബി ബഹുമാനപ്പെട്ട നമ്മുടെ റാത്തിബിന്റെ മുസന്നിഫ് കൊണ്ടുവന്നൊരു ദിക്റുണ്ടല്ലോ, അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാഹ് എന്നൊരു ദിക്റ്. നമ്മൾ അതിലേക്കൊരു ചൂണ്ട് വലകയായിട്ട് ഒരു വക്ക് മാത്രം ചൂണ്ടി നമുക്ക് കാണിച്ചു തന്നല്ല മുമ്പ്. അതുപോലെ വലിയ അപകടങ്ങളൊക്കെ പിണങ്ങും. അപ്പൊ ഈ ദിക്റൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഇതാണ് ഇതിൽ വരുന്ന കുഴപ്പം. അവമ അലിമൽ ഗബിയ്യു വിഡ്ഢിയായ തിരിയാത്ത ബുദ്ധിശൂന്യനായ ആൾ അറിയുന്നുണ്ടോ? അന്ന ഹാദിഹിൽ കലിമത സിഫത്തു മദ്ഹിൻ ലാ സിഫത്തു ദമ്മ് അൽ ഖൈറു വശർറു മശീഅത്തില്ലാഹ് എന്ന് പോലത്തത് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ അത് തെറ്റായൊരു സിഫത്തല്ല, മോശമായൊരു സിഫത്തല്ല. പിന്നെയോ അത് മദ്ഹിന്റെ ഒരു വചനമാണ്, സിഫത്താണ് എന്ന് ഇവൻ അറിയുന്നുണ്ടോ? ഇല്ല. ഇവൻ അപകടം പിണഞ്ഞുപോയി. അതുകൊണ്ട് ഇത്തരം വാദങ്ങളുമായി വരണ്ട. സുന്നത്ത് ജമാഅത്ത് ഇതിനെതിരാണ്. സുന്നത്ത് ജമാഅത്ത് വെറുതെ മെനഞ്ഞുണ്ടാക്കിയതല്ല. അതിന് തെളിവ് അള്ളയും അള്ളാഹുവിന്റെ പ്രവാചകരും അവരോട് പിൻപറ്റി ജീവിച്ച അഇമ്മത്തുകളുമാണ് സുന്നത്ത് ജമാഅത്തിന്റെ തെളിവ്. അതുകൊണ്ട് ഇത്തരം വാദങ്ങളുമായി ഇങ്ങോട്ട് വരരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഫഖദ് ഖാലൽ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമുൽ ഗസ്സാലി നഫഅല്ലാഹു ബിഹി ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമുൽ ഗസ്സാലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഫിൽ ഫസ്ലി സാലിസി മിൻ കിതാബിൽ മഖ്സദുൽ അസ്ന. മഖ്സദുൽ അസ്ന എന്ന് പറയുന്ന ഒരു കിതാബ് ബഹുമാനപ്പെട്ടവർക്കുണ്ട്. ആ കിതാബിലെ 3-ാമത്തെ ഫസിലായി പറയുന്നു, വലാ നഖൂലു ലില്ലാഹി തആല അല്ലാഹു തആലാക്ക് നമ്മൾ പറയൂല യാ മുദില്ലു എന്ന് മാത്രം പറയൂല. പിന്നെന്തേ നമ്മൾ പറയുള്ളൂ? വനഖൂലു നമ്മൾ പറയും യാ മുഇസ്സു യാ മുദില്ലു എന്നേ പറയൂ. യാ മുഇസ്സു യാ മുദില്ലു എന്ന് കൂട്ടി പറയുകയല്ലാതെ വെറും യാ മുദില്ലു എന്ന് പറഞ്ഞ് നമ്മൾ പറയൂല. കാരണം ഫഇന്നഹു ഇദാ ജുമിഅ ബൈനഹുമാ കാന വസ്ഫ മദ്ഹിൻ. യാ മുഇസ്സു യാ മുദില്ലു എന്ന് കൂട്ടി പറയുകയാണ് എങ്കിൽ അവിടെ നല്ല ഒരു മദ്ഹിന്റെ സിഫത്തായി മാറി. അതെങ്ങനെ മദ്ഹിന്റെ സിഫത്തായി മാറുക നമുക്കറിയുക? അത് ബഹുമാനപ്പെട്ട ബുദ്ധിയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു തരും. ഇത് യദുല്ലു അലാ അന്ന തുർഫയിൽ ഉമൂരി ബിയദിഹി. അവിടെ ദില്ലത്തിന്റെയും ഇസ്സത്തിന്റെയും ഇതാണ് കാര്യങ്ങൾ. ഇത് രണ്ടിനും 2 തെല്ലുണ്ട്. ഏതാ തെല്ല്? ഒന്ന് ദില്ലത്ത്, മറ്റൊന്ന് ഇസ്സത്ത്. ഇത് രണ്ടിന്റെയും തെറുഫ്, അതാണ് ദില്ല് എന്ന് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, എല്ലാ കാര്യങ്ങൾക്കും 2 തെല്ലുണ്ട്. ഒന്ന് ഇസ്സത്താവും, ഒന്ന് ദില്ലത്താവും. എന്ന് പറഞ്ഞാൽ യോഗ്യത, നിസാരത, ഖൈറ് ശർറ് തന്നെ ഉദ്ദേശിക്കുക. ഇത് രണ്ടിന്റെയും ഈ കാര്യങ്ങളുടെ തെല്ല് ആരെ കയ്യിലാ? ബിയദിഹി അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നാണ് യാ മുഇസ്സു യാ മുദില്ലു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതും വിശേഷണമാകുന്നതും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ദിക്ർ കേവലം എന്തായിപ്പോ വെറും ഒരു വാക്കുകൊണ്ട് പറയേണ്ടതല്ല എന്നും ശരിക്കും ഇങ്ങനെ ഓരോ ആശയങ്ങൾ ഓരോ ദിക്റിലും അടങ്ങിയിട്ടുണ്ട് എന്നും അങ്ങനത്തെ ദിക്റുകളാണ് ചെല്ലുമ്പോൾ ഫലം കാണുകയുള്ളൂ. ഇതുകൊണ്ടാണ് അഇമ്മത്തുകൾ ഇതിനേക്ക് ഇങ്ങനെ വിശദീകരിച്ചത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ദിക്റുകളിലേക്ക് പോവേണ്ടത്. തൊള്ളപ്പാടം ചെല്ലിയൊരു കൂലിണ്ട്, അത് വേറെ വിഷയം. പരിപൂർണമായി ഉൾക്കൊള്ളുവാനും ഹൃദയശുദ്ധി ലഭിക്കുവാനും
നമുക്കൊന്ന് മനസ്സിലാക്കുവാനും ഗഹനമായി ചിന്തിക്കണമെങ്കിലും എന്തിനാണ് ഈ ദിക്ർ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ ആഴത്തിൽ ചെല്ലുമ്പോഴേ അറിയും. ഇപ്പൊ കണ്ടില്ലേ, യാ മുഈസു യാ മുദില്ലു എന്ന് പറയുമ്പോഴും അൽ ഖൈറു വശറു മശീഅത്തില്ല എന്ന് പറയുമ്പോഴും മുമ്പ് പറഞ്ഞതായിരിക്കുന്ന മഹാന്മാരുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ അടങ്ങിയ തത്വങ്ങൾ ഇവിടെ എവിടെയും എന്ത് വരാൻ പാടില്ല, അള്ളാഹു തആലാക്ക് ഒരു ന്യൂനത വരാൻ പാടില്ല. എവിടെയും അള്ളാഹു തആലാക്ക് പരിശുദ്ധതയെ വരാമോ, ന്യൂനത വരുന്നുണ്ട് എന്ന് നമ്മെക്കുറിച്ച് വരുത്തി തീർത്ത ആൾക്കാരുടെ മുനെ ഒടിച്ച് വിട്ടുകഴിഞ്ഞു. ഇനി ആ വാദമേ ഇവിടെയില്ല. ഇനി നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടേതായിരിക്കുന്ന രീതികളും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ നിൽക്കുന്ന മഹത്വങ്ങളും എന്തൊക്കെയെന്ന് അറിയാനാണ്. ഇതിലൂടെ ബിദ്അത്തിന്റെ മുനയും ഒടിക്കും. ഇൻഷാ അല്ലാഹ് തീർന്നിട്ടില്ല, ഇനിയും നമുക്ക് വിശദീകരിക്കാറുണ്ട്. ആ ഭാഗങ്ങൾ നല്ലോണം വിശദീകരിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല നിലയിൽ മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് ഉൾക്കൊള്ളുവാനും മഹാന്മാരെ പിൻപറ്റുവാനും തൗഫീഖ് നൽകട്ടെ. ബിദ്അത്തിന്റെ എല്ലാ വിദണ്ഡവാദങ്ങളിൽ നിന്നും ദുഷിച്ചതായിരിക്കുന്ന ചിന്തകളിൽ നിന്നും ഒഴിവാക്കി ഈമാനാകുന്ന പ്രഭ നൽകി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സഞ്ചാര പദത്തിലൂടെ സഞ്ചരിക്കുവാൻ തൗഫീഖ് നൽകി മഹാരഥന്മാരായ ആളുകളോടൊന്നിച്ച് സ്വർഗീയ പൂങ്കാവനത്തിൽ ആരാമത്തിൽ ഒത്തുകൂടാൻ തൗഫീഖ് നൽകി നമുക്ക് ഏവർക്കും നമ്മുടെ മഹാന്മാർക്കും ഗുരുവര്യന്മാർക്കും കുടുംബബന്ധ മിത്രാദികൾക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് വളരെ ഗഹനമായ മറ്റൊരു ചർച്ചകളാണ് ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. ഖുനൂത്തിനെ പോലും നിസ്സാരമായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ഖുനൂത്തിന്റെ മഹാത്മ്യം പോലും നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊക്കെയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദ്വാരക്കണേ, ആരും മറക്കരുതേ. വീണ്ടും വീണ്ടും പറയട്ടെ.